ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമുക്ക് നമ്മളുടെ സെറ്റ് എക്സാം ജൂലൈ 2025 അടുത്ത് വരുവാണ്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് മെയ് 28 നിലവിൽ നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 28. ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഓർത്ത് ഇരുന്ന് നമ്മളുടെ സമയം വെറുതെ കളയരുത്. അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ടുള്ള പ്രിപ്പറേഷൻ ഇതിനാവശ്യമാണ് നമുക്കറിയാം. കാരണം വളരെ കൃത്യതയോടെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കവർ ചെയ്ത് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പഠിക്കേണ്ട ഏരിയാസ് കൃത്യമായിട്ട് പഠിച്ച് അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് പോലും കളയാതെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് ആ ഒരു എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള തിരക്കുകളുണ്ട്. ആ തിരക്കിൽ നിന്നുകൊണ്ട് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ എവിടുന്ന് പഠിക്കാം ഒന്നൊരു ചോദ്യത്തിന് ഹൈംസ് അക്കാഡമി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഉത്തരം തരും. ഹൈംസ് അക്കാഡമിയെ സംബന്ധിച്ചോളം ഹൈംസ് അക്കാഡമി ഈ അവസാന സമയത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ 16ഓളം ലൈവ് സെക്ഷൻസിലൂടെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഏരിയാസ് നിങ്ങൾക്ക് ആ ഒറ്റ ലൈവ് അറ്റൻഡ് ചെയ്താൽ തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും എന്ന രീതിയിൽ നമ്മൾ ലൈവ് സെക്ഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതും വളരെ ചെറിയൊരു ഫീസിൽ, അത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈമിൽ, മറ്റു ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാത്ത നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ടൈമിൽ കൃത്യമായിട്ടിരുന്ന് പഠിക്കാനായിട്ട് പറ്റും. നമുക്കൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ചാലോ? അപ്പം നമുക്ക് ഈ ഒരു നല്ലൊരു അവസരമാണിത്. നമ്മൾ എല്ലാ ഏരിയാസും, അതായത് നമ്മളുടെ എക്സാമിന് നമുക്ക് ഷുവർ എന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ ഷുവർ ആയിട്ടുള്ള മുഴുവൻ ഏരിയാസും നല്ല രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നു. അതിലെ മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും മോഡൽ ക്വസ്റ്റൻസും നെറ്റ് എക്സാമിന് വരുന്ന ക്വസ്റ്റൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നു. അപ്പോൾ നിങ്ങൾ എക്സാമിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ഏരിയയിൽ നിന്നുള്ള ഒരൊറ്റ ക്വസ്റ്റനും മിസ്സാവത്തില്ല. മിനിമം നല്ല ഒരു 70 മാർക്കെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ഈ ലൈവ് സെഷനിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസിന് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ മുൻ സെക്ഷൻസിലെ അല്ലെങ്കിൽ മുൻ കാലങ്ങളിൽ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ടെസ്റ്റിമോണികൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ ഒരു കൊച്ചിട്ട് തന്നിരിക്കുന്ന ഒരു വോയിസ് ആണ്. ഇതും കൂടെ ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. മിസ്സേ, ഞാൻ ഈ ഒരു മെസ്സേജ് മിസ്സിന് അയക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അത് സാധിച്ചില്ല. ഇപ്രാവശ്യത്തെ എക്സാമിനാണ് എനിക്ക് എന്തായാലും അത് അയക്കാൻ പറ്റിയത്. സന്തോഷത്തോടെ ഞാൻ മിസ്സിനോട് പറയാണ്, മിസ് എനിക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അതിൽ ജനറൽ പേപ്പർ ഞാൻ ഒരു ക്ലാസ് ഞാൻ ആര് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മിസ്സിൻ്റെ ക്ലാസ് തന്നെ ആയിരിക്കും. കാരണം ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് സെറ്റ് എക്സാം എഴുതിയത് കഴിഞ്ഞ പ്രാവശ്യം. അതിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കാര്യമായിട്ട് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ടാണ് പോയത്. പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ യൂട്യൂബിലെ ക്ലാസ് അവിടെ ഇവിടെയൊക്കെ തപ്പി കണ്ടപ്പം എനിക്ക് മിസ്സിൻ്റെ ക്ലാസ്സാണ് നല്ലതെന്ന് തോന്നി. അപ്പം ആ ക്ലാസ് വെച്ചിട്ട് കുറച്ച് ക്ലാസ് വെച്ച് ഞാൻ കണ്ടുപോയിട്ടാണ് എനിക്ക് ഫസ്റ്റ് എക്സാമിന് ജനറൽ പേപ്പറിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് പോയി. പേപ്പർ 1ഉം പേപ്പർ 2ഉം സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കിയപ്പോൾ എനിക്ക് പോയി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ 2ാമത്തെ എക്സാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എഴുതിയപ്പം അതുകൊണ്ട് ഞാൻ മിസ്സിൻ്റെ ക്ലാസ് കണ്ടിട്ട് തന്നെ എഴുതുള്ളൂ എന്ന് കരുതി ഞാൻ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മിസ്സിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അത് ഈ ക്ലാസ്സിനല്ലായിരുന്നു, മറ്റേ ലാസ്റ്റ് ഒരു 10 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ലൈവ് സെക്ഷനായിട്ട് മോർണിംഗിൽ അത് ജോയിൻ ചെയ്തത് നല്ല വൃത്തിയായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് നോട്ട്സൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചെറിയൊരു മാർക്കിന്റെ വേരിയേഷൻ കഴിഞ്ഞ പ്രാവശ്യം സെറ്റും പോയി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മിസ്സിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ക്ലാസ്സിന് ജോയിൻ ചെയ്തു. പക്ഷെ അപ്പോഴും ഞാൻ പറയട്ടെ, എനിക്ക് കുറേ സാഹചര്യങ്ങൾ കാരണം മിസ്സിന്റെ ക്ലാസ് എനിക്ക് വേണ്ട പോലെ കാണാനേ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ 6 മാസത്തെ കോച്ചിങ്ങിന് 5 മാസത്തെ കോച്ചിങ്ങിന് ചേർന്നെങ്കിലും അത് വെച്ച് ഞാൻ ഫുള്ള് ക്ലാസ് കണ്ടിട്ടില്ല. സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ ക്ലാസ്സുകൾ കാര്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ മിസ്സിന്റെ ലൈവ് ക്ലാസ്സും അതുപോലെ യൂട്യൂബിൽ ഉള്ള ക്ലാസ്സും തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബേസിൽ വെച്ചിട്ടാണ് എനിക്കിപ്പോൾ ജനറൽ പേപ്പർ കിട്ടിയത്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മിസ്സിന്റെ ക്ലാസ് വൃത്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു സ്കോർ തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എൻ്റെ പല സാഹചര്യങ്ങളും കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ എന്തായാലും മിസ്സിന്റെ പേര് മാത്രമേ ഒരാളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ. കാരണം പേപ്പർ 1ൽ ഇത്രയും നല്ലൊരു ക്ലാസ് മിസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്, എന്തായാലും മിസ്സേ ഒരുപാട് നന്ദി, താങ്ക്സ്. മിസ്സിന്റെ ക്ലാസ്സാണ് എന്നെ ജനറൽ പേപ്പറിന് എനിക്ക് പാസ്സാവാനായിട്ട് പറ്റിയത്. മിസ്സിന്റെ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ജനറൽ പേപ്പർ കിട്ടും, അത്യാവശ്യം നല്ലൊരു സ്കോർ മാർക്ക് വാങ്ങാൻ തന്നെ നമുക്ക് പറ്റും.